ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിങ് PSC. നാളെ നടക്കുന്ന CPO എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ സ്പെഷ്യൽ ടോപ്പിക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1860 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപകൃതമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ്? ഓപ്ഷൻ എ 7 മുതൽ 12. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബലാത്സംഗത്തിൻ്റെ ശിക്ഷ ഏത് വകുപ്പിലാണ് പറയുന്നത്? ഓപ്ഷൻ ബി 376. ഇന്ത്യൻ ശിക്ഷാ നിയമം 326A വകുപ്പ് എന്തിനെ പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി ആസിഡ് ആക്രമണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്വയരക്ഷാ അവകാശത്തെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 99-ാം വകുപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. FIRനെ കുറിച്ച് ക്രിമിനൽ നടപടിച്ചട്ടത്തിൽ പ്രതിപാദിക്കുന്ന വകുപ്പ്? ഓപ്ഷൻ സി 154. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറണ്ടില്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി ഏത്? ഓപ്ഷൻ ഡി 24 മണിക്കൂർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. മരണമൊഴി തെളിവായി സ്വീകാര്യമാകുന്നത് ആരുടെ മുന്നിൽ പ്രസ്താവിക്കുമ്പോഴാണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. പോലീസ് ഉദ്യോഗസ്ഥൻ, മജിസ്ട്രേറ്റ്, ഡോക്ടർ. ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 27-ാം വകുപ്പ് എന്തിന് ബാധകമാണ്? ഓപ്ഷൻ സി വസ്തുത കണ്ടെത്തൽ. ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് പോലീസ് നിയമത്തിൽ ഏതാണ്? ഓപ്ഷൻ സി 7. കേരള പോലീസ് നിയമം 8(1) വകുപ്പ് പ്രകാരം പൊതുജനങ്ങൾക്ക് പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കാവുന്ന സമയം? ഓപ്ഷൻ ഡി ഏത് സമയത്തും. ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് നിയമപ്രകാരം എന്താണ്? ഓപ്ഷൻ ഡി മുകളിൽ പരാമർശിച്ചവയെല്ലാം. എ, ബി ആൻഡ് സി. മര്യാദയും ഔചിത്യവും, അവസരോചിതമായ സഹാനുഭൂതിയും, സഭ്യവും മാന്യവുമായ ഭാഷയും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ എന്ത്? ഓപ്ഷൻ എ 1 വർഷത്തെ കഠിന തടവ്. സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യുവാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാവുന്നത്? ഓപ്ഷൻ സി ആ കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷ. പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്ത്? ഓപ്ഷൻ എ 3 വർഷ തടവ്. പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അവമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗികാതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്നയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? ഓപ്ഷൻ സി 6 മാസ തടവ്. IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? ഓപ്ഷൻ ബി 3 വർഷത്തെ തടവ്. ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? ഓപ്ഷൻ ഡി 7 വർഷ തടവും 10 ലക്ഷം പിഴയും. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരിൽ നിന്ന് ഏതെങ്കിലും വിവരത്തിൻ്റെയോ രേഖയോ സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം അദ്ദേഹത്തിന് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകാം? ഓപ്ഷൻ ബി നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം
സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി വകുപ്പ് 9. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? ഓപ്ഷൻ എ 14. BNSന്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തലിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ബി അധ്യായം 11. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ സി സംസ്ഥാന പോലീസ് മേധാവി. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഡി 7 വർഷം വരെ തടവ്. BNSS അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. ഓപ്ഷൻ എ സെക്ഷൻ 47. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെപ്പറ്റി വിശദീകരിക്കുന്നു? ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ ഏത് സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ സി സെക്ഷൻ 23. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുകയോ ചെയ്താൽ അയാൾ ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കാവുന്നതാണ്. ഓപ്ഷൻ സി ആക്രമണം. ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം കാരിക്കേച്ചർ ഒരു ഓപ്ഷൻ എ രേഖയാണ്. ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെപ്പറ്റി അറിയിക്കേണ്ടതാണ്. ഓപ്ഷൻ സി എക്സും വൈയും. മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള സ്ഥിരമോ താൽക്കാലികമോ ആയ താമസ സ്ഥലം, ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമോ ആയ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തോ ഏതെങ്കിലും മൃതദേഹമോ മൃതദേഹത്തിൻ്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്യുക. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത്? ഓപ്ഷൻ ബി തദ്ദേശ ഭരണ തലവൻ. അധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഡി 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. NDPS നിയമം ആർക്കെല്ലാം ബാധകം ആകും? ഓപ്ഷൻ ബി ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്ക് ബാധകമാണ്? ഓപ്ഷൻ എ സെക്ഷൻസ് 19, 24, 27A. ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തൻ്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? ഓപ്ഷൻ ബി പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല.
ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? ഓപ്ഷൻ എ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം. വിവരസാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി, ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ സെക്ഷൻ 66A, ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ സെക്ഷൻ 66C, കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാലുള്ള ശിക്ഷ സെക്ഷൻ 66D, സ്വകാര്യത ലംഘിച്ചതിനുള്ള ശിക്ഷ സെക്ഷൻ 66E. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ സി, സംസ്ഥാനവുമായി ബന്ധം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് ആർക്ക്? ഓപ്ഷൻ ബി, അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 40(1) അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം? ഓപ്ഷൻ എ, 6 മണിക്കൂറിനുള്ളിൽ. 2023 ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 138 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യം അല്ലാത്തത്? ഓപ്ഷൻ സി, ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുക. ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് ഇസഡ് ഉള്ളതെന്ന് എയ്ക്ക് അറിയാം, എന്നാൽ ബിക്ക് അത് അറിയില്ല. ഇസഡ് മരണപ്പെടണം എന്ന ഉദ്ദേശത്താൽ ബിയെ കൊണ്ട് എ ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയും ഇതുമൂലം ഇസഡ് മരണപ്പെടുകയും ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി, ബി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എ കുറ്റകരമായ നരഹത്യ ചെയ്തു. (2023) ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതോ കുറ്റകൃത്യമാകുന്നത് ആയത് ഇവരിൽ ആര് ചെയ്യുമ്പോൾ? ഓപ്ഷൻ എ, ഏതൊരാളും. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഈ കുറ്റകൃത്യം ഏത്? ഓപ്ഷൻ സി, സ്നാച്ചിങ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 96 പ്രകാരം ഒരു സെർച്ച് വാറണ്ട് സാധുവായി തുടരുന്ന പരമാവധി കാലയളവ് എത്രയാണ്? ഓപ്ഷൻ ഡി, പ്രത്യേക പരമാവധി കാലയളവ് പരാമർശിച്ചിട്ടില്ല. പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. താൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്തു നിന്നും കണ്ടെടുക്കുന്നുവെങ്കിൽ ഓപ്ഷൻ എ, ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. കേരള പോലീസ് ആക്ട് വകുപ്പ് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള അവകാശം ആർക്ക്? ഓപ്ഷൻ ഡി, ഏതൊരു പൗരനും. എക്സ്, വൈ എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവേ എക്സ് ആയത് നിയമപരമായി തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. കേരള പോലീസ് ആക്ട് അനുസരിച്ച്
ഈ സാഹചര്യത്തിലെ പോലീസിന്റെ ശരിയായ നടപടി എന്ത്? ഓപ്ഷൻ ബി, പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണം വീഡിയോ പകർത്താം. ഒരു വ്യക്തിയെ കാണാനില്ലെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ. ഓപ്ഷൻ സി 2, 3, 4. കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്തുക. ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക. കാണാതായ ആളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുക. 1985 NDPS നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണ്? ഓപ്ഷൻ ബി, പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ NDPS നിയമം 1985 പ്രകാരമുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 1, 2, 3. ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ നിയമം ബാധകമാണ്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം ബാധകമായിട്ടുള്ളത്. ഓപ്ഷൻ എ, ഇന്ത്യ മുഴുവൻ. ക്രമങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റായാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി. ഓപ്ഷൻ ബി, മുംബൈ ഹൈക്കോടതി. വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണം എന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വിധിക്കാവുന്ന ശിക്ഷ. ഓപ്ഷൻ സി, വെറും തടവോ കഠിന തടവോ 10 വർഷം വരെയും 2 ലക്ഷം രൂപ വരെ പിഴയും. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റകൃത്യം ഏതാണ്? ഓപ്ഷൻ സി, സൈബർ ഭീകരവാദ പ്രവർത്തികൾ. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധിച്ച കേസ്. ഓപ്ഷൻ ബി, വർഗീസ് വസ് MG യൂണിവേഴ്സിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. പ്രമാണങ്ങൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ. ഓപ്ഷൻ ഡി, സെൻട്രൽ ജയിൽ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണികഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ. ഓപ്ഷൻ സി, തവനൂർ. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക. ഓപ്ഷൻ ബി, വനിതാ ജയിൽ സൂപ്രണ്ട്. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം. ഓപ്ഷൻ ബി, 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ ബി, PA to DGP. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ഡി, വിജിലൻസ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം. ഓപ്ഷൻ സി, 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ഓപ്ഷൻ എ, വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? ഓപ്ഷൻ എ, വൈസ് പ്രസിഡന്റ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നതാര്? ഓപ്ഷൻ എ, സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ബി, വകുപ്പ് 2(1)(c). ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഓപ്ഷൻ സി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്.
ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. ഓപ്ഷൻ എ 3 വർഷ കാലയളവ്. പുനർനിയമന യോഗ്യതയുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആര്? ഓപ്ഷൻ ബി 1 സിഗ്മണ്ട് ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ഓപ്ഷൻ ഡി 2 ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏത്? ഓപ്ഷൻ എ 4 വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ബഹുമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻ സി 3 ഹോവാർഡ് ഗാർഡനർ. മാസ്ലോ ആവിഷ്കരിച്ച അവശ്യ നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം. ഓപ്ഷൻ ഡി 3 ആത്മസാക്ഷാത്കാര ആവശ്യം. ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ജയിൽ വകുപ്പ് മേധാവി. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻ ബി കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ സി പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓപ്ഷൻ എ സുഷമ സിംഗ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ്. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഓപ്ഷൻ സി APJ അബ്ദുൽ കലാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നതാര്? ഓപ്ഷൻ എ രാഷ്ട്രപതി. ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്? ഓപ്ഷൻ ബി ശൈശവം. താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏത്? ഓപ്ഷൻ എ 1 and 2 IPC സെക്ഷൻ 370A, IPC സെക്ഷൻ 376D. ഇസഡ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെ ഇടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് ഇസഡിനെ പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്ത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ ബി സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. നോൺ കോഗ്നിസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ബാധകം? ഓപ്ഷൻ സി മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ? ഓപ്ഷൻ ബി അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ എൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുൻപ്. മുകളിൽ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ശരി ഏത്? ഓപ്ഷൻ ബി 1 and 3 ശരി, 2 തെറ്റ്.
ശരിയായ പ്രസ്താവനകൾ: FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? ഓപ്ഷൻ ഡി 1 and 4. വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ബി സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം ഏത്? ഓപ്ഷൻ സി പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ ബി പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏത്? ഓപ്ഷൻ സി അഴിമതി, സാൻമാർഗിക അധപതനം, പെരുമാറ്റദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്കു ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 31A. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും ഓപ്ഷൻ സി കോഗ്നസൈബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തതേത്? ഓപ്ഷൻ ബി 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. 2000 വിവരസാങ്കേതിക നിയമം പ്രകാരം ഡേറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ഓപ്ഷൻ സി സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. 2000 വിവരസാങ്കേതിക നിയമം പ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ബി വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താൽപ്പര്യത്തെ ഉണർത്തുന്ന വിഷയം. 2005 വിവരാവകാശ നിയമം പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? ഓപ്ഷൻ എ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷികൾ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. ഓപ്ഷൻ ഡി 5. യിൽ നിന്ന് ഒഴിവാക്കേണ്ട കുട്ടിയുടെ പ്രായം എത്രയാണ്? ഓപ്ഷൻ ബി 7 വർഷത്തിൽ താഴെ. സ്വമേധയാ ഉള്ള ലഹരി. ഓപ്ഷൻ സി ഒരു കുറ്റം നിയോഗിക്കുന്നതിന് ഒഴികഴിവില്ല. IPCയുടെ 97 വകുപ്പ് സ്വത്തിൻ്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഇനി പറയുന്ന കുറ്റങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഓപ്ഷൻ സി മോഷണവും കവർച്ചയും. 16 വയസ്സിന് താഴെയുള്ള അവിവാഹിതയായ പെൺകുട്ടിയെ പിതാവിൻ്റെ സമ്മതമില്ലാതെയാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് 16 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിശ്വസിച്ചാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. ഓപ്ഷൻ എ
ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനാവില്ല. ഏത് കേസുകളിലാണ് വാറണ്ടില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുക? ഓപ്ഷൻ ഡി 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ സെക്ഷൻ 2X പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഡാഷ് വർഷങ്ങളിൽ കൂടുതലുള്ള തടവോ ആയ ഒരു കുറ്റവുമായി ബന്ധപ്പെട്ടതാണ് വാറണ്ട് കേസ്. ഓപ്ഷൻ ബി 2. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. തെളിവ് നിയമത്തിലെ വകുപ്പ് 32(4) പ്രകാരം പ്രഖ്യാപനത്തിൽ എന്താണ് ഉൾപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണ്. തെളിവ് നിയമത്തിലെ സെക്ഷൻ 45 പ്രകാരം ഒരു വിദഗ്ധന്റെ അഭിപ്രായം ഓപ്ഷൻ സി പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായ സ്വഭാവമാണ്. 2011 കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡറിൻ്റെയോ അപകടത്തിൻ്റെയോ ഗുരുതരമായ ലംഘനത്തിന് കാരണമായതിന് പിഴ ചുമത്താനുള്ള സാഹചര്യം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം. ലഹരിക്കടിമപ്പെട്ട് പൊതുസ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, പോലീസിനെയോ അഗ്നിശമന സേനയോ മറ്റ് അവശ്യ സേവനത്തെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം തെറ്റായ പ്രചാരണങ്ങൾ നടത്തിയാൽ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ നൽകുകയോ വിൽക്കുകയോ ചെയ്താൽ. കമ്മ്യൂണിറ്റി പോലീസിംഗ് ഏത് പ്രസ്താവനയാണ് തെറ്റെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ സി കമ്മിറ്റിക്ക് പോലീസിൻ്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഏത് സാഹചര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുക. നിയമപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനായി ആവശ്യമില്ലാതെ ബലപ്രയോഗമോ ഭീഷണിയോ പാടില്ല. കുറ്റകൃത്യങ്ങളുടെ ഇരകളോട് പ്രത്യേക അനുഭാവം പ്രകടിപ്പിക്കുകയും സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുകയും വേണം. പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്? ഓപ്ഷൻ എ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. അടുത്ത ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ സി 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. ഓപ്ഷൻ ബി വകുപ്പ് 66. 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി പ്രോസസ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക. വിവരാവകാശ നിയമത്തിൻ്റെ 2005 സെക്ഷൻ 8(1) പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ഓപ്ഷൻ എ പ്രസ്താവന ശരിയാണ്. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ സെക്ഷൻ 25 എന്താണ്? ഓപ്ഷൻ ബി ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിച്ചതിനുള്ള ശിക്ഷ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ ഏതു വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പറയുന്നത്? ഓപ്ഷൻ ബി 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ സെക്ഷൻ 31. വാക്യങ്ങളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ഒന്നും ശരിയല്ല. എന്താണ് സ്ത്രീധന മരണം? ഓപ്ഷൻ ബി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു.
ഇവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി. വിവാഹിതയായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നത് IPC പ്രകാരം കുറ്റകരമാണ്. കോമളം തൻ്റെ മാല പ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിനു ശേഷം അവരുടെ സമ്മതം കൂടാതെയും പണയപ്പണം തിരിച്ചു നൽകാതെയും പണയവസ്തു എടുത്തുകൊണ്ടുപോയി. IPC പ്രകാരം ഏത് കുറ്റമാണ് കോമളം ചെയ്തത്? ഓപ്ഷൻ ബി. മോഷണം. കുറ്റകൃത്യത്തിന്റെ വ്യാഖ്യാനം എന്താണ്? ഓപ്ഷൻ ബി. പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ശിക്ഷാർഹമായ പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നതിനെ കുറ്റകൃത്യം എന്നു വിളിക്കുന്നു. സ്വകാര്യ വ്യക്തിയെക്കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം ആവശ്യമാണ്. ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ ജാമ്യമില്ലാ കുറ്റം ചെയ്യുക, ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റം ചെയ്യുക, കുറ്റവാളിയായി പ്രഖ്യാപിച്ച വ്യക്തി. ക്രിമിനൽ നടപടിക്രമ കോഡ് പ്രകാരം ഇൻക്വസ്റ്റ് നടത്താൻ ഏതൊക്കെ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്? ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞതെല്ലാം. ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, ഇതിനായി സംസ്ഥാന സർക്കാരോ ജില്ലാ മജിസ്ട്രേറ്റോ പ്രത്യേകം അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ടൈപ്പ് റൈറ്റർ വിദഗ്ധന്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1872 പ്രകാരം സ്വീകാര്യമാണ്. ഈ നിഗമനത്തിലെത്താൻ കോടതി അംഗീകരിച്ച യുക്തി എന്ത്? ഓപ്ഷൻ ഡി. ഉത്തരം എ ആൻഡ് ബി. ടൈപ്പ് റൈറ്റിംഗ് കൈയക്ഷരത്തിന്റെ പരിധിയിൽ വരുന്നു. ടെലഗ്രാഫ് എന്നതിന് കീഴിൽ ടെലഫോൺ വരും. ഇന്ത്യൻ തെളിവാക്റ്റുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി. ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിന്റെ സഹായം തേടുന്ന പോലീസ്. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി. റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പൊതു സ്വത്തുക്കളും സംരക്ഷിക്കൽ. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി. സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനത്തിന് പൊതുവായ നയ മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കേരള പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു. പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? ഓപ്ഷൻ ഡി. മന്ത്രിസഭാ തീരുമാനങ്ങൾ. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ. ഓപ്ഷൻ എ. 1 വർഷം വരെ കഠിന തടവ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യം ആകുന്നത്? ഓപ്ഷൻ എ. 67(b) വകുപ്പ് പ്രകാരം. കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി. ഒന്നാമത്തെ നടപടി മാത്രം. എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുക. എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചുവെച്ച് മറ്റാളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന തടവ് ശിക്ഷ. ഓപ്ഷൻ എ. 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷ. താഴെ പറയുന്നവയിൽ ഏതാണ് വാറണ്ട് കേസായി പരിഗണിക്കാവുന്ന കുറ്റം? ഓപ്ഷൻ സി. 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി. രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ എ. 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷ. വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം? ഓപ്ഷൻ സി. 40 ദിവസത്തിനകം.
നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഇന്ത്യ 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? ഓപ്ഷൻ എ വകുപ്പ് 27A. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി നാലാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ട്. ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണ്? ഓപ്ഷൻ ബി കവർച്ച. കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? ഓപ്ഷൻ സി അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ. പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ? ഓപ്ഷൻ എ 1 വർഷം വരെ. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത്? ഓപ്ഷൻ എ എല്ലാ സാഹചര്യത്തിലും തെളിവായി സ്വീകരിക്കാവുന്നതാണ്. സ്വമേധയാ നൽകിയ മരണമൊഴി, മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മരണമൊഴി, മജിസ്ട്രേറ്റിന്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ മരണമൊഴി, സംസാരശേഷിയില്ലാത്ത വ്യക്തി ആംഗ്യഭാഷയിൽ നൽകിയ മരണമൊഴി. സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ? ഓപ്ഷൻ എ 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ ബി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീലച്ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ഓപ്ഷൻ ബി ലൈംഗിക അതിക്രമം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി മൂന്നാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യം ആണ്. ഇസഡ് കടന്നുപോകാൻ അവകാശമുള്ള ഒരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. ഇസഡ് അതുവഴി കടന്നു പോകുന്നത് തടയപ്പെടുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ഒരു തെറ്റായി എ ഇസഡിനെ ഓപ്ഷൻ എ നിയന്ത്രണപ്പെടുത്തുന്നു. എ മനഃപൂർവ്വം തെരുവിൽ ഇസഡിനെ തള്ളുന്നു. ഇവിടെ എ തൻ്റെ സ്വന്തം ശാരീരിക ശക്തിയാൽ സ്വന്തം വ്യക്തിയെ ഇസഡുമായി സമ്പർക്കം പുലർത്തുന്നതിനായി നീക്കി. അതിനാൽ അവൻ മനഃപൂർവ്വം ഇസഡിലേക്ക് ബലം പ്രയോഗിച്ചു. ഇസഡിൻ്റെ സമ്മതമില്ലാതെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അയാൾ ഇസഡിനെ മുറിവേൽപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാം എന്ന ഉദ്ദേശത്തോടെ അറിഞ്ഞോ ആണെങ്കിൽ IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം അവൻ ഡാഷ് ഇസഡിന് നേരെ ഉപയോഗിച്ചു. ഓപ്ഷൻ എ ക്രിമിനൽ ശക്തി. ബി കൊല്ലപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ബിയെ എ ബലമായി കൊണ്ടുപോകുന്നു. എ IPC പ്രകാരമുള്ള ഏത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ ബി തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ കൊലപാതകത്തിനായി തട്ടിക്കൊണ്ടുപോകൽ. ഏതെങ്കിലും പുരുഷൻ ഒരു സ്ത്രീയെ പിന്തുടരുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുകയോ അത്തരം സ്ത്രീകളുടെ താല്പര്യമില്ലായ്മയുടെ വ്യക്തമായ സൂചന ഉണ്ടായിരുന്നിട്ടും ആവർത്തിച്ച് വ്യക്തിപരമായ ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത്തരം സ്ത്രീകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇൻ്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ആ പുരുഷൻ ഡാഷ് കുറ്റകൃത്യം ചെയ്യുന്നു. ഓപ്ഷൻ എ പിന്തുടരൽ. മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിനുള്ള ശിക്ഷ എന്ത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം. എ എന്ന ആൾ ബിയെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം സി എടുത്ത് കുടിച്ചു മരിച്ചു. ഇവിടെ എ ചെയ്ത കുറ്റം എന്ത്? ഓപ്ഷൻ ബി കുറ്റകരമായ നരഹത്യ. വാക്യം 1 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു തെറ്റും ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല.
വാക്യം 2 ചില കേസുകളിൽ 7 വയസ്സിന് മുകളിൽ എന്നാൽ 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ചെയ്ത തെറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. ഓപ്ഷൻ എ മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1 and 2 ശരിയാണ്. ഇന്ത്യൻ പീനൽ കോഡ് IPC 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏതു പ്രവർത്തികൾ കുറ്റകരമാണ്? ഓപ്ഷൻ എ കോവിഡ് രോഗി രോഗവിവരം മറച്ചുവെച്ച് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏത്? ഓപ്ഷൻ ഡി ഓപ്ഷൻസ് എ, ബി ആൻഡ് സി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ പ്രവർത്തനങ്ങൾ, ക്യാബിനറ്റ് ഡോക്യുമെന്റുകൾ, കോപ്പിറൈറ്റ് മുതലായ ബൗദ്ധിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. വാക്യം 1 ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങളിൽ ആർക്കും അവകാശം ഉണ്ട്. വാക്യം 2 ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശം ഉണ്ട്. ഓപ്ഷൻ എ മേൽപ്പറഞ്ഞ വാചകങ്ങൾ 1 and 2 ശരിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? ഓപ്ഷൻ എ സെക്ഷൻ 2K പ്രതിപാദിക്കുന്ന റെക്കോർഡുകൾ. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഉൾപ്പെട്ടിട്ടില്ല? ഓപ്ഷൻ സി സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പ്രകാരം കോഗ്നിസിബിൾ കുറ്റം എന്നാൽ ഓപ്ഷൻ ബി പോലീസ് ഓഫീസർക്ക് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. 0 FIR-നെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ ഓപ്ഷൻ ഏത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. സീരിയൽ നമ്പർ ഇടാതെ ഒരു കുറ്റം റിപ്പോർട്ട് ചെയ്യാനുള്ള ഉപാധിയാണ് 0 FIR. ഏത് പോലീസ് സ്റ്റേഷനിലും കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഉപാധിയാണ് 0 FIR. അഥവാ ഒരു പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്താൻ വിസമ്മതിച്ചാൽ സൂപ്രണ്ട് ഓഫ് പോലീസിന് പരാതി കൊടുക്കാവുന്നതാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 CRPC 1973 സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യാനുള്ള ആരുടെ അധികാരത്തെ വിവരിക്കുന്നു? ഓപ്ഷൻ ബി മജിസ്ട്രേറ്റ്. 40 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയുടെ ജനന തീയതിയെക്കുറിച്ചുള്ള തെളിവായി അയാളുടെ ജനനം നടന്ന ഹോസ്പിറ്റലിലെ ആ സമയത്തെ ഡ്യൂട്ടി ഡോക്ടറായിരുന്ന പിന്നീട് മരണപ്പെട്ടു പോയ ആളുടെ ഡയറി സ്വീകരിക്കണം എന്ന് വാദിഭാഗം ആവശ്യപ്പെടുന്നു. ഈ ഉദാഹരണത്തിൽ തീരുമാനം എടുക്കാൻ പ്രസക്തമാകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഏത് സെക്ഷനാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 32. വാക്യം 1 ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 44 പ്രകാരം ഒരു പ്രത്യേക വിഷയത്തിൽ വിദഗ്ധയായ വ്യക്തിയുടെ അഭിപ്രായം കോടതിക്ക് തെളിവായി സ്വീകരിക്കാം. വാക്യം 2 ഒരാളുടെ മനോനിലയെക്കുറിച്ചുള്ള ഒരു സൈക്യാട്രിസ്റ്റിന്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 45 പ്രകാരം കോടതിക്ക് തെളിവായി എടുക്കാവുന്നതാണ്. ഓപ്ഷൻ സി വാക്യം 2 മാത്രം ശരിയാണ്. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ. ഓപ്ഷൻ ഡി കോഗ്നിസിബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട താഴെ പറഞ്ഞ വാക്യങ്ങളിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ഓപ്ഷൻസ് എ ആൻഡ് ബി. പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടണം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരം ഉള്ള കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടുകെട്ടപ്പെടും? ഓപ്ഷൻ ബി 6 വർഷം. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗിക അതിക്രമ കുറ്റത്തിന് പോക്സോ ആക്ട് 2012 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി 16. പോക്സോ ആക്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം
കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ എ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുകയുള്ളൂ. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള ഏതു വകുപ്പിന്റെ ലംഘനമാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 67A. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ് താഴെ കൊടുത്തതിൽ ഏത്? ഓപ്ഷൻ എ സെക്ഷൻ 43. CRPC പ്രകാരം ഡാഷ് എന്നാൽ മരണം, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ബി വാറണ്ട് കേസ്. CRPCയുടെ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഡാഷ് മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വയ്ക്കരുത്. ഓപ്ഷൻ ഡി 24. ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുമ്പോൾ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ആർക്കെതിരെ ചെയ്തുവോ അയാളല്ലെങ്കിൽ ഏത് വസ്തുവിനെ സംബന്ധിച്ചാണോ ചെയ്തിരിക്കുന്നത് അത് ഒരു യാത്രയിലാണെങ്കിൽ ഒരു കോടതിക്ക് ആ കുറ്റകൃത്യത്തെ ഏതിലൂടെയോ ആരുടെ ഡാഷിലൂടെയോ യാത്രയിൽ വ്യക്തിയോ വസ്തുവോ കടന്നുപോയതിലൂടെ വിചാരണ ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്യാം. ഓപ്ഷൻ എ പ്രാദേശിക അധികാര പരിധി. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം മരിച്ചുപോയ കണ്ടെത്താനാകാത്ത ഒരു വ്യക്തിയുടെ പ്രസക്തമായ വസ്തുതയുടെ പ്രസ്താവന അംഗീകരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് പ്രസക്തമായത്? ഓപ്ഷൻ ഡി 1, 2, 3. കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിൽപത്രത്തിലോ കൈമാറ്റ രേഖയിലോ ഉള്ളത്, നിരവധി വ്യക്തികളുടെ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രസ്താവനയിൽ ഉള്ളത്, പൊതു അവകാശത്തെക്കുറിച്ചോ ആചാരത്തെക്കുറിച്ചോ പൊതു താൽപ്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒരു അഭിപ്രായം നൽകുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം വിദഗ്ധന്റെ അഭിപ്രായം കോടതിക്ക് ഡാഷുമായി ബന്ധപ്പെട്ട അഭിപ്രായം രൂപീകരിക്കേണ്ടി വരുമ്പോൾ പാലിക്കപ്പെടുന്നു. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. വിദേശ നിയമം, സയൻസ്, ഫിംഗർ ഇംപ്രഷൻ. പോലീസിന്റെ സംരക്ഷണത്തിലോ കസ്റ്റഡിയിലോ ഉള്ള ആരോടും മോശമായി പെരുമാറുകയോ അസഭ്യം പറയുകയോ ചെയ്യരുതെന്ന് കേരള പോലീസ് നിയമത്തിലെ ഏതു വകുപ്പ് നിഷ്കർഷിക്കുന്നു? ഓപ്ഷൻ ഡി വകുപ്പ് 29. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പൊതുവായതോ സ്വകാര്യമായതോ ആയ ഏതെങ്കിലും തെരുവോ വഴിയോ അടയ്ക്കാൻ പോലീസിനെ പ്രാപ്തമാക്കുന്ന കേരള പോലീസ് നിയമത്തിലെ ഏത് വ്യവസ്ഥയാണ്? ഓപ്ഷൻ ഡി വകുപ്പ് 69. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1 and 2 ശരിയാണ്. ആചാരം, മാന്യത, സ്വകാര്യത, മാന്യത എന്നിവ കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഏത് സ്വകാര്യ സ്ഥലത്തേക്കും പ്രവേശനം ഉണ്ടായിരിക്കും. ഈ അധികാരം വിനിയോഗിക്കുന്നതിന് മുമ്പ് കെട്ടിടത്തിൻ്റെയും പരിസരത്തിൻ്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേടുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. NDPS നിയമത്തിലെ സെക്ഷൻ 27 പ്രകാരം കൊക്കൈൻ കഴിച്ചാലുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ സി 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടും. NDPS ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ചെയ്ത കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. ഓപ്ഷൻ എ തിരിച്ചറിയാവുന്ന കുറ്റം. പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ ഡി നുഴഞ്ഞുകയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനം. കുട്ടിയില്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്നറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന് ശിക്ഷിക്കപ്പെടും? ഓപ്ഷൻ ബി 1 വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ സി ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി ഫിസിക്കൽ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ എന്നിവയും അതിലേറെയും. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11ന്റെ ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ ഡി മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമം ഇത് കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്